വാർത്താ പ്രഭാതം തുടരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ ആ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വാർത്തയ്ക്ക് ശേഷം ഒരു ആശങ്കയുടെ വാർത്ത, അങ്ങനെയാണല്ലോ നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. ആശങ്കയുടെ വാർത്ത ഇങ്ങനെയാണ്: നിപ രോഗം സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചു. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി ഒരു 14 വയസ്സുകാരനാണ് രോഗം ബാധിച്ചത്. അത് ഇന്നലെ വൈകിട്ട് തന്നെ ആരോഗ്യമന്ത്രി ഇത് കൃത്യമായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ നമ്മളെ അറിയിച്ചു. ആ ഒരു ആശങ്കയിൽ കൂടിയാണ് നമ്മളെ സംസ്ഥാനം ഇപ്പം കടന്നു പോകുന്നത്, പ്രത്യേകിച്ച് മലബാർ മേഖല. മലപ്പുറം പോലെയുള്ളൊരു ജില്ലയിൽ ഇത് വന്നു എന്നുള്ളത് ഏറ്റവും ഗൗരവം അർഹിക്കുന്നുണ്ട്. കാരണം മലപ്പുറം ജില്ലക്കാർ, ആ ജില്ലയായിട്ട് കോൺടാക്ട് ചെയ്യാത്ത മലബാറുകാർ വളരെ കുറവാണ്. എന്തിനും ആവശ്യത്തിനും മലപ്പുറം പോകുന്നുണ്ട്. അത് തന്നെയാണ് ഇതിലൊരു ജാഗ്രത തുടർന്ന് ആരോഗ്യവകുപ്പ് പറയുന്നത്. നിപ രോഗം സ്ഥിരീകരിച്ച് തുടർന്ന് മലപ്പുറം ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നു, നമ്മളെ ഭീതിപ്പെടുത്തിയ ഒരു വൈറസ്, നമുക്കിതൊരു മരണത്തിൻ്റെ ദൂതനായിട്ട് എത്തിയ വൈറസ്. ഈ വൈറസിനെ നമ്മൾ വീണ്ടും കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഈ വൈറസൊക്കെ ഇതിൻ്റെ ഒരു മൈക്രോസ്കോപ്പ് പിക്ചർ നമ്മൾ കാണുന്ന സമയത്ത് നമ്മളെ മനസ്സിനെ ഏറ്റവും ആദ്യം പിടിപ്പിച്ച സാധനം നമ്മൾ വീണ്ടും എനിക്ക് ന്യൂസ് റീഡ് ചെയ്യുന്ന എനിക്ക് തന്നെ ഒരു അലോസരം തോന്നുന്നു. ആ ദൃശ്യം രഞ്ജിത്ത് നമുക്ക് അല്പം കഴിഞ്ഞ് കാണിക്കാം. PCR ഓക്കെ. അപ്പം നമ്മുടെ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കിയതായും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇപ്പം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 ഐസൊലേഷൻ റൂമുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ആവശ്യമായ ഐസൊലേഷൻ വാർഡുകൾ ക്രമീകരിച്ചിട്ടുണ്ടെന്നും ഒക്കെ സെറ്റാണെന്നും ആരോഗ്യമന്ത്രി നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിപ രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ഊർജിതമായ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. സാഹചര്യം നേരിടുവാൻ സംസ്ഥാനം സജ്ജമാണ്. നിപ നിയന്ത്രണത്തിനായി സർക്കാർ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച SOP അനുസരിച്ചുള്ള 25 കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. കോണ്ടാക്റ്റ് ട്രേസിംഗ് രാവിലെ മുതൽ ആരംഭിച്ചിരുന്നു, ഇന്നലെ രാവിലെ മുതൽ. കാരണം നമ്മൾ ഇതിൻ്റെ ഒരു അന്തിമ ഫലം എത്തുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പണിയൊക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ, അതായത് ആ രോഗം ബാധിച്ച 14-കാരൻ്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ 214 പേരുണ്ടായിരുന്നു. ഇതിൽ അടുത്തിടപഴകിയ, വളരെ അടുത്ത് ഇൻട്രാക്ട് ചെയ്ത അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപഴകിയ കോണ്ടാക്ട് ചെയ്ത 60 പേരാണ് ഹൈ റിസ്ക് വിഭാഗത്തിലുള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 ഐസൊലേഷൻ റൂമുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ആവശ്യമായ ഐസൊലേഷൻ വാർഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. റൂട്ട് മാപ്പ് ഇന്നലെ രാത്രിയോടെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ആ സ്ഥലങ്ങളിൽ ആ സമയത്തുണ്ടായിരുന്നവർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ഹൈ റിസ്ക് വിഭാഗത്തിലുള്ള എല്ലാവരുടെയും സാമ്പിളുകൾ പരിശോധിക്കും. രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇന്നലെ തന്നെ മാറ്റി. അവരുടെ രക്ഷിതാക്കളെയും മാറ്റി. അവർ അവിടെ ഐസൊലേഷൻ റൂമിലാണ്. ഭാഗ്യവശാൽ രക്ഷിതാക്കൾക്ക് ഇതുവരെ രോഗത്തിൻ്റെ ലക്ഷണങ്ങളില്ല എന്നൊരു വാർത്ത കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നിപ കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിപേൻ്റെ രോഗലക്ഷണമുള്ള ആളുകൾ കൺട്രോൾ റൂമിൽ വിളിക്കേണ്ടതാണ്. നമ്മൾ ഗൂഗിളൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. എവിടെയും നിപ കൺട്രോൾ റൂം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ കിട്ടും. അപ്പോൾ അതിവിടെ പറയാമെന്ന് പറഞ്ഞാൽ 4-5 നമ്പറുകളുണ്ട്. അത് നിങ്ങൾ നോക്കുക. ഇപ്പോൾ അതിൻ്റെ ലക്ഷണം ഞാനൊന്ന് പറയാം. പനിയോടൊപ്പം തലവേദന, ജന്നി, അത് ഫിറ്റ്സ്, നമ്മളെ ഫിറ്റ്സ് വരുമല്ലോ, കോച്ചി പിടിക്കുക, പിന്നെ പിച്ചും പെയിൻ പറയുക, ചുമ, ശ്വാസതടസ്സം, ശ്വാസമുട്ടൽ എന്നിവയിൽ ഒന്നോ അതിലേതുമോ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം. ഇതിൽ ലങ്സുമായിട്ട് ശ്വാസകോശ സംബന്ധിയായ ലക്ഷണം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പകർന്നു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. രോഗലക്ഷണങ്ങൾ സമയം കഴിയുന്തോറും വർദ്ധിച്ചു വരാമെന്നതും രോഗതീവ്രത വർദ്ധിക്കുന്നതിനനുസരിച്ച് രോഗവ്യാപനത്തിൻ്റെ സാധ്യതയും വർദ്ധിപ്പിക്കുക എന്നതും നിപ രോഗത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അപ്പം മലപ്പുറം ജില്ലക്കാർക്കുള്ള നിർദ്ദേശം ഇങ്ങനെയാണ്: പൊതു ഇടങ്ങളിൽ ഇറങ്ങുന്നവർ എല്ലാവരും മാസ്ക് ധരിക്കണം. അനാവശ്യമായ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. കോൺടാക്ട് ലിസ്റ്റിലുള്ളവർ ഐസൊലേഷനിലായിരിക്കണം. ഒരു വീട്ടിൽ ഒരാളെ കോൺടാക്ട് ലിസ്റ്റിൽ ഉള്ളുവെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പോലും മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ വരാൻ പാടില്ല. ഒരു തരത്തിലും ഭയപ്പെടേണ്ടതിൽ വ്യക്തമാക്കിയ മന്ത്രി, നമ്മളെ വീണ ജോർജ് ആരോഗ്യമന്ത്രി, ഏതെങ്കിലും തരത്തിൽ ആശങ്കകളുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടാൽ ആവശ്യമായ മാനസിക പിന്തുണ നൽകുമെന്നും കൂടി ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഇന്നലെ അവർ മാധ്യമങ്ങളെ കണ്ടത്. ആ വിവരമാണ്. കാരണം നമ്മൾ ജാഗ്രതയാണ് വേണ്ടത് ഈ സമയത്ത്. നമ്മൾ കൃത്യമായി ജാഗ്രത പാലിച്ചു കഴിയും. കാരണം നമ്മൾ ഇതിനു മുമ്പും നമ്മൾ നിപ്പയെ തുരത്തി പരിചയമുള്ള ആളുകളാണ്. പിന്നെ കൊറോണയെ തുരത്തി പരിചയമുള്ള ആളുകളാണ്. ഇപ്പോൾ കേരള മോഡൽ ചർച്ച ചെയ്തതാണ് അവനവൻ ശ്രദ്ധിക്കുക, അവനവൻ തന്നെ ആ സുരക്ഷയിലേക്ക് നമ്മൾ അതിന് മുൻതൂക്കം കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിപ്പയുടെ ആശങ്ക വാർത്ത നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. ഇനി കോഴിക്കോട് കല്ലായിയിൽ ട്രാൻസ്ഫോമറുകളുടെ ഫ്യൂസ് കമ്പികൾ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ വാർത്ത കൊടുത്തിരുന്നു. കാരണം വെറുതെ പോയിട്ട് ഫ്യൂസ് ഊരിക്കളയാം. അപ്പോൾ ഏതിനാന്നൊക്കെ ഉള്ളത് നമ്മളെ മേഘ പറയും, ആരാണ് പിടിയിലായതെന്നൊക്കെയുള്ള കാര്യം മേഘ പറയും. അപ്പം മേഘ പറഞ്ഞോളൂ. കല്ലായിൽ ട്രാൻസ്ഫോമറുകളുടെ ഫ്യൂസ് കമ്പികൾ മുറിച്ചു മാറ്റി സംഭവത്തിൽ ഒരാൾ പിടിയിലായി. പറഞ്ഞോളൂ. ചെറിയ സാങ്കേതിക പ്രശ്നം, മേഘയുടെ ടെലിഫോൺ ബന്ധം, ഞങ്ങൾക്കതിൽ ഓഡിയോ കിട്ടാത്ത പ്രശ്നം. എനിക്ക് തോന്നുന്നു മേഘ കോഴിക്കോട് നഗരത്തിൽ എവിടെയുണ്ട്. നമ്മളെ കോള് അവർ കണക്ട് ചെയ്യുന്ന സമയത്ത് കോളിനൊരു വ്യക്തത കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഓഡിയോ കിട്ടുന്നില്ല.
ഏതായാലും നമ്മുടെ അർജുനായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ അർജുൻ സേവ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ക്യാമ്പയിനിൽ മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ലോറി തൊഴിലാളികളും അതിൻ്റെ ഉടമകളും ഒക്കെ പങ്കെടുത്തിരുന്നു. അപ്പം അതിൻ്റെ ഒരു ആ ദൃശ്യം കണ്ടല്ലോ. സേവ് അർജുൻ എന്ന പേരിൽ ഇന്നലെ രാത്രി കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ഒരു കാര്യം. കാരണം നാട് മുഴുവൻ ഒരുമിക്കാണ്. നാട് മുഴുവൻ ഈ ഒരു വിഷയത്തിന് വേണ്ടി ഒരുമിക്കാണ്. പിന്നെ അർജുനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും എന്നുള്ള പ്രത്യാശയിൽ അതിലൊരു ഉന്നയിച്ച ആവശ്യം എങ്ങനെയൊക്കെയാണ്: ലോറി ഉടമയെ, അതായത് മനാഫിനെ ആക്രമിച്ച SP-ക്കെതിരെ നടപടി സ്വീകരിക്കുക. വളരെ ന്യായമായ ആവശ്യം. സൈന്യത്തെ ഇറക്കി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുക. ശരിക്കും സൈന്യത്തെ ഇറക്കി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുക എന്ന ആ വാക്ക് എനിക്ക് തോന്നുന്നു ഇവർ ഇത് ആവശ്യം ഉന്നയിക്കുന്ന സമയത്ത് തന്നെ അതിലൊരു തീരുമാനമായി പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 മണി മുതൽ സൈന്യം അവിടുത്തെ രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സൈന്യം അവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊരു പ്രതീക്ഷ നൽകുന്നൊരു വാർത്ത ഏതാനും മണിക്കൂറുകൾ പുറത്തു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പം കേരളത്തിൽ നിന്നുള്ള സംഘത്തെ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അതിൻ്റെ ഒരു ക്യാമ്പയിൻ, നല്ല സേവ് അർജുന ക്യാമ്പയിൻ നടന്നത്. നമ്മൾ മനുഷ്യാവകാശ പ്രവർത്തകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ നൗഷാദ് തെക്കയിലാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അപ്പം മേഘയുമായുള്ള ടെലിഫോൺ ബന്ധം പുനഃസ്ഥാപിച്ചു എന്ന് കരുതുന്നു. ഞാൻ PCR-ലേക്കൊന്ന് ചോദിച്ചോട്ടെ, അല്ലെങ്കിൽ അല്പസമയം ഒരു ഇടവേളയ്ക്ക് സമയമായിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മേഘ കല്ലായിലെ ആ ഫ്യൂസ് ഊരിയ വിഷയം, അതിൽ പ്രതിപിടിയിലായ വിഷയം മേഘ നമ്മളെ അറിയിക്കും. മേഘയുമായി നമ്മളെ PCR കണക്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ ഓഡിയോ തകരാറ് വന്നത്, കോൾ ഡ്രോപ്പ് വന്നതാണ് കേട്ടോ. അപ്പം മേഘ വരും. ഒരു ഇടവേള കൂടി.